നമ്മുടെ സച്ചി അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല അച്ഛാ, ഈ വിവാഹം കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞാലാണ് അച്ഛാ കുട്ടികളുണ്ടാവുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയും, എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? അല്ല അച്ഛാ, പറ അച്ഛാ, ഞാൻ ടെൻഷനായിട്ടിരിക്കുകയാണ്, ഒന്ന് പറ അച്ഛാ, എത്ര മാസം കഴിഞ്ഞാലാണ് അച്ഛാ കുട്ടികളുണ്ടാവുന്നത്? അപ്പോൾ അച്ഛൻ പറയും, നീ ഒന്ന് പോടാന്ന് പറയും. അപ്പോൾ രേവതി അപ്പുറത്തുനിന്നൊരു ചമ്മലോട് നിൽക്കുകയാണ്. അപ്പോൾ രേവതി പറയും, നിങ്ങൾ വാ സച്ചിയേട്ടാ, സച്ചിയേട്ടന് കുളിക്കണ്ടേന്ന് പറയും. അപ്പോൾ സച്ചി പറയാണ്, നീ ഒന്ന് പോ രേവതി, ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് ഇവിടെ എന്ന് പറയും. എന്നിട്ട് വീണ്ടും അച്ഛൻ്റെ അടുത്തോട്ട് വന്ന് ചെന്ന് ചോദിക്കുകയാണ്, പറ അച്ഛാ, എത്ര മാസം കഴിഞ്ഞിട്ട് ഈ ശ്രുതി നിങ്ങൾക്ക് പിറന്നേന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, നിൻ്റെ അമ്മയോട് ചോദിക്കുകയെന്ന് പറയും. അല്ല അച്ഛൻ തന്നെ പറയാം അച്ഛാ, എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഉണ്ടായെന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും, പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 12 മാസം കഴിഞ്ഞപ്പോൾ ശ്രുതി പിറന്നു എന്ന് പറയും. അപ്പോൾ സച്ചി ഓടി ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്തിനാടാ നീ ഇത്രയും നേരത്തെ പിറന്നത്? അച്ഛൻ്റെ കാശ് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. അപ്പോൾ നീ എന്താ ഭ്രാന്ത് പറയുകയാണോ എന്ന് ചോദിക്കും ചന്ദ്ര. അപ്പോൾ നീ ഒന്ന്, എനിക്കിപ്പോൾ ഭ്രാന്താവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ ചോദിക്കണേന്ന് പറയും. അങ്ങനെ സച്ചി വേഗം ഓടുകയാണ്. അങ്ങനെ